ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു സൈലം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിലോജിസം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് എപ്പോഴാണ് ഐദർ ഓർ കേസ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. റൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ സിലോജിസം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സിലോജിസ്മോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത് അല്ലേ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കൺക്ലൂഷനാണ്. അപ്പം നമുക്കിവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റേറ്റ്മെൻറ്റുകളുടെ വെൻ ഡയഗ്രം നമ്മൾ വരയ്ക്കും. അതിന് താഴെ കുറച്ച് കൺക്ലൂഷനുകൾ തരും. നമ്മൾ ആ കൺക്ലൂഷൻ വായിച്ചിട്ടല്ലേ, ഡെഫിനിറ്റ് കൺക്ലൂഷനുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കൺക്ലൂഷൻ വായിക്കുക. ആ കൺക്ലൂഷനിൽ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അല്ലേ നമുക്ക് വെൻ ഡയഗ്രത്തിൽ കാണുന്നുണ്ടോ നോക്കുക. കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ശരിയാണ്. കാണുന്നില്ലെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് സിലോജിസം എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചെയ്യുന്ന രീതി അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ഞാൻ കാണിക്കാം. ആദ്യം തന്നെ ഒരു റൂമിനകത്താണ് നിങ്ങളെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളൊരു റൂമിനകത്താണ്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഡോറ് ഓപ്പൺ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ, നിങ്ങൾ റൂമിനകത്താണ്, ഡോറ് ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പുറത്ത് കാണുന്നത്, യു നോ ദാറ്റ് അല്ലേ. റൈറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് കൺക്ലൂഷനുകൾ തന്നിട്ടുണ്ട്, രണ്ട് കൺക്ലൂഷൻസ് അല്ലേ, നിഗമനങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ കൺക്ലൂഷൻ, ഇത് രണ്ടാമത്തെ കൺക്ലൂഷൻ. സോ ഒന്നാമത്തെ നിഗമനം പറയുന്നത് എന്താ, ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ് അല്ലേ, പുറത്ത് മഴ പെയ്യുകയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കൺക്ലൂഷനിൽ പറയുന്നത്. അപ്പം നമുക്ക് ഈ ഡോർ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്, മഴ പുറത്ത് പെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് പറയും, ഓക്കെ ഇത് ശരിയായിട്ടുള്ള കൺക്ലൂഷനാണ്, നിഗമനമാണ് അല്ലേ. രണ്ടാമത്തെ കൺക്ലൂഷൻ ഇവിടെ പറയുന്നത് എന്താ, ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് ഔട്ട്സൈഡ്, പുറത്ത് മഴ പെയ്യുകയല്ല. ഓൾറെഡി നമ്മൾ കാണുന്നുണ്ട് മഴ പെയ്യുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് മഴ പെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റുക? ഓഫ് കോഴ്സ് പറയാൻ പറ്റില്ല, കാരണം മഴ പെയ്യുന്നത് നമ്മൾ കണ്ടു, എന്തായാലും ഇതാവില്ല. ഇതാണ് സിലോജിസം അല്ലേ. ഡെഫിനിറ്റ് കേസുകൾ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കുന്നു, എന്നിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലേ കൺക്ലൂഷൻ നമ്മൾ വായിക്കുന്നു, കാണുന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് പറയും, കാണുന്നില്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയും. ഇതാണ് ഡെഫിനിറ്റ് കേസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് മാത്രം ശരിയാണെങ്കിൽ നമ്മൾ പറയും ഓൺലി കൺക്ലൂഷൻ വൺ ഫോളോസ്. രണ്ട് മാത്രം ശരിയാണെങ്കിൽ നമ്മൾ പറയും ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ് അല്ലേ. രണ്ടും ശരിയാണെങ്കിൽ ബോത്ത് വൺ ആൻഡ് ടു ഫോളോ എന്ന് നമ്മൾ പറയും. രണ്ടും തെറ്റാണെങ്കിൽ നൈദർ വൺ നോർ ടു ഫോളോസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ഓൺലി വൺ ഫോളോസ് എന്നാണ് നമ്മൾ ചൂസ് ചെയ്യുക അല്ലേ. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ഓപ്ഷനിൽ എന്ത് കാണും, ഐദർ വൺ ഓർ ടു ഫോളോസ് എന്ന് കാണും. അപ്പോൾ എപ്പോഴാണ് നമ്മളത് ചൂസ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് വേറൊരു സിറ്റുവേഷൻ കാണിക്കാം. അതായത് നിങ്ങളിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു റൂമിനകത്ത് തന്നെയാണ്, പക്ഷെ ഇപ്പം എന്താണ്, ഡോറ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു റൂമിനകത്താണ്, മാത്രമല്ല ഡോർ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അഗെയിൻ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൺക്ലൂഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താണ്, നിങ്ങൾ റൂമിനകത്താണ്, ഡോറ് ക്ലോസ്ഡ് ആണ് എന്നുള്ളതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഇനി ഞാനിവിടെ രണ്ട് കൺക്ലൂഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ കൺക്ലൂഷൻ, രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കുക. ഒന്നാമത്തെ കൺക്ലൂഷനിൽ പറയുന്നത് എന്താ, ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്, പുറത്ത് മഴ പെയ്യാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ നിഗമനം പറയുന്നത്. ഡോറ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞു സിലോജിസത്തിൽ കൺക്ലൂഷൻ ശരിയാണ്, ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ, ഡെഫിനിറ്റ് കേസ് ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ കാണണം. ഇവിടെ ഡോറ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ കാണാത്തത് കൊണ്ട് എന്തായാലും എന്തേ പറയുള്ളൂ, തെറ്റാണെന്നേ നമ്മൾ പറയുള്ളൂ അല്ലേ. രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കാം, ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് ഔട്ട്സൈഡ്, പുറത്ത് മഴ പെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഡോറ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തത്തെ സിറ്റുവേഷൻ എന്തായാലും അറിയാൻ പോകുന്നില്ല അല്ലേ. അപ്പം മഴ പെയ്യാണ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ല, തെറ്റാണെന്ന് പറഞ്ഞു. മഴ പെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മൾ കാണാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, തെറ്റാണെന്ന് പറയാം അല്ലേ. ഡോറ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ മഴ പെയ്യണമെന്ന് പറഞ്ഞാലും നമ്മൾ കാണാത്തത് കൊണ്ട് അവിടെ തെറ്റാണ്. അങ്ങനെയാണ് നമ്മൾ സിലോജിസം സോൾവ് ചെയ്യുക അല്ലേ. രണ്ടാമത്തെ, ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് ഔട്ട്സൈഡ്, അല്ലെങ്കിൽ പുറത്ത് മഴ പെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടില്ല, തെറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ രണ്ടും ഇവിടെ തെറ്റായിട്ട് നമ്മൾ കണ്ടു. വൈ? ബിക്കോസ് നമ്മൾ കണ്ടില്ല അല്ലേ. രണ്ടും നമ്മളിവിടെ കണ്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സിലോജിസം പ്രകാരം തെറ്റാണ് എന്നാണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ടും തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ നോക്കുക, ഇപ്പം നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് കാണും, മഴ പെയ്യുന്നതായിട്ട് കാണും,
അല്ലെങ്കിൽ നമുക്ക് മഴ പെയ്യുന്നില്ലാത്തതായിട്ട് കാണും. അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എന്താ പറയാന്ന് അറിയോ? കോംപ്ലിമെന്ററി പെയേഴ്സ് എന്നാ പറയാ. ഒന്ന് നടക്കുമ്പോൾ മറ്റേത് നടക്കില്ല. രണ്ട് മറ്റേ ടൈം തെറ്റാൻ പറ്റില്ല. നോക്കുക, മഴ പെയ്യുമ്പോൾ മഴ പെയ്യാതിരിക്കില്ല, അല്ലെ? മഴ പെയ്യുമ്പോൾ മഴ പെയ്യാണ്, പിന്നെ മഴ പെയ്യുന്നില്ല എന്ന് നമ്മൾ പറയില്ലല്ലോ. അപ്പൊ മഴ പെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? മഴ പെയ്യുന്നില്ല എന്ന് തന്നെയാണ്. മഴ പെയ്യണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആകെ രണ്ട് പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. ഇപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും, നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ മേ ബി നിങ്ങളുടെ റൂമിനകത്തായിരിക്കും. അപ്പോൾ പുറത്ത് മഴ പെയ്യാണോ? നമ്മൾ കണ്ടില്ല, എല്ലാം ക്ലോസ്ഡ് ആണെന്ന് വിചാരിക്കുക. വിൻഡോസ് ഡോർ എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ പുറത്ത് മഴ പെയ്യാണോ? നമ്മൾ കണ്ടില്ല, തെറ്റ്. സിലോജിസം പ്രകാരം മഴ പെയ്യുന്നില്ല, കണ്ടില്ല, തെറ്റ്. പക്ഷെ നമ്മൾ ഇപ്പം നിങ്ങൾ പുറത്ത് പോയിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ മഴ പെയ്യുന്നതായിട്ട് കാണും, അല്ലെങ്കിൽ മഴ പെയ്യാത്തതായിട്ട് കാണും. സോ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോംപ്ലിമെന്ററി പേഴ്സ് വരുമ്പോൾ നമ്മൾ എന്താണ് പറയുക? ഐദർ ആണ് നമ്മൾ പറയുക, അല്ലേ? നമ്മൾ എന്ത് പറയും? ഐദർ വൺ ഓർ ടു ഫോളോസ് എന്നാണ് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ കോംപ്ലിമെന്ററി പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആക്ച്വലി ഇവിടെ ചെയ്യാനുള്ള കാര്യം. ഓക്കെ അല്ലേ? ഇനി സിലോജിസത്തിൽ ഇതുപോലെ മഴ പെയ്യുന്നു, മഴ പെയ്യുന്നില്ല എന്നല്ലല്ലോ വരിക. രണ്ട് ആൾക്കാരുടെ കണക്ഷൻസ് ആയിട്ടാണ് നമുക്ക് കാണിക്കുക. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കിയാലോ? റൈറ്റ്. അപ്പം നമുക്ക് നോക്കാം. കുറച്ച് കണ്ടീഷൻസ് നമുക്ക് മീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഐദർ ഓർ കേസ് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം എന്താ? ഓപ്ഷനിൽ ഐദർ ഓർ ഉണ്ടായിരിക്കണം, അല്ലേ? ഓപ്ഷനിൽ ഐദർ ഓർ ഉണ്ടെങ്കിലേ നമുക്കത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം പോലെ വരുന്നുള്ളൂ. അത് നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തുക, ഓപ്ഷനിൽ ഐദർ ഓർ ഉണ്ടോ. ഓപ്ഷനിൽ ഐദർ ഓർ ഉള്ളത് കൊണ്ട് എന്തായാലും ഐദർ ഓർ ആവുമോ? അതുമില്ല. അതിനാണ് ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഐദർ ഓർ ഓപ്ഷനിൽ ഉണ്ടാവണം. പിന്നീട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്നറിയോ? രണ്ട് കൺക്ലൂഷൻസും തെറ്റായിട്ട് വരണം എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കൺക്ലൂഷൻസ് കുറേ ഉണ്ടാവും, ചിലപ്പോൾ 2, 3, 4 ഉണ്ടാവാം. പക്ഷെ ഐദർ ഓറിന് ഏതെങ്കിലും രണ്ടെണ്ണം നമ്മൾ കമ്പൈൻ ചെയ്താൽ മതി. ആ കമ്പൈൻ ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ ചില കണ്ടീഷനുകൾ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്കിപ്പോൾ നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഏതാണോ രണ്ടെണ്ണം എടുക്കുന്നത് ആ കൺക്ലൂഷനുകൾ ഇൻഡിവിജ്വലി തെറ്റായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ നമ്മൾ ഓൺലി 1 ഫോളോസ് അല്ലെങ്കിൽ ഓൺലി 2 ഫോളോസ് എന്ന് പറയുക. നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഒന്നുമില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഈ രണ്ടിൽ ഏതോ ഒന്നാണ് നമുക്കറിയുള്ളൂ. എന്താണ് എന്ന് കൃത്യമായിട്ട് ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐദർ ഓർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരിക്കലും അത് കാണാൻ പോകുന്നില്ല നമ്മൾ, അല്ലേ? അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വലി രണ്ട് കൺക്ലൂഷനുകളും തെറ്റായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ വരുന്നത്. ചോദ്യങ്ങൾ നമുക്കുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ബട്ട് സ്റ്റിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി രണ്ടും തെറ്റായിരിക്കണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സെയിം ആയിരിക്കണം. എന്താണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും? അതായത് എയും ബിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അടുത്ത കൺക്ലൂഷനിലും എയും ബിയും തന്നെ ആയിരിക്കണം. അല്ലാതെ എയും ബിയും ഒന്ന് ബിയും സിയും ആണെങ്കിൽ അതൊരിക്കലും എന്തല്ല, ഈ പറയുന്ന പോലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സെയിം അല്ല. അപ്പം നമ്മൾ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കോംപ്ലിമെന്ററി പെയർ ആവോ? ഇല്ല. അപ്പോൾ ആപ്പിൾസിനെയും ഓറഞ്ചസിനെയും കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കൺക്ലൂഷനുകളിലും ആപ്പിൾസും ഓറഞ്ചസും തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നേച്ചർ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി പെയർ എന്തായാലും നെഗറ്റീവ് ആയിരിക്കണം. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേത് നെഗറ്റീവ് ആയിരിക്കണം. ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ മറ്റേത് പോസിറ്റീവ് ആണ്, വൈസ് വേഴ്സ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നോക്കണം. ഇഫ് ഒന്ന് യൂണിവേഴ്സൽ, അല്ലേ? നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് യൂണിവേഴ്സൽ ഉണ്ട്, പെർട്ടിക്കുലർ ഉണ്ട്, അല്ലേ? അപ്പോൾ ഒന്ന് യൂണിവേഴ്സൽ ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി പെയർ എന്തായാലും പെർട്ടിക്കുലർ ആയിരിക്കണം. ഒന്ന് പെർട്ടിക്കുലർ ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി പെയർ എന്തായാലും യൂണിവേഴ്സൽ ആയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ രണ്ട് കേസുകൾ മാത്രമേ എന്തിനുള്ളൂ? ഐദർ ഓർ കേസിനുള്ളൂ. രണ്ട് കോമ്പിനേഷൻ മാത്രമേ നമുക്ക് എന്തുള്ളൂ? ഐദർ ഓർ കേസിനുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് നോക്കിയാലോ? റൈറ്റ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ രണ്ടും ഇൻഡിവിജ്വലി തെറ്റാണ് എന്ന് നോക്കി, ആൾക്കാർ സെയിം ആണ് നോക്കി. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ നോക്കുക, ആദ്യത്തെ കേസിൽ സം എ ആർ ബിയും നോ എ ഈസ് ബിയും ആണ് കോംപ്ലിമെന്ററി പെയർ ആയിട്ട് വരുന്നത്. കാരണം എന്താ? സം എ ആർ ബി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സ്റ്റേറ്റ്മെന്റാ? പെർട്ടിക്കുലർ പോസിറ്റീവ് ആണ്. അതിന് കോംപ്ലിമെന്ററി പെയർ ആരേ ആവുള്ളൂ? പെർട്ടിക്കുലറിന് യൂണിവേഴ്സൽ, പോസിറ്റീവിന് നെഗറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവേ ആവുള്ളൂ. അപ്പോൾ എന്തായാലും സമ്മിന് കോംപ്ലിമെന്ററി പെയർ ആയിട്ട് നോ മാത്രമേ വരുള്ളൂ. അപ്പോൾ സം എ ആർ ബി എന്ന് തരികയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെന്ററി പെയർ നോ എ ഈസ് ബി ആയിരിക്കും, അല്ലെങ്കിൽ നോ ബി ഈസ് എ ആയിരിക്കും. അതായത് ഓർഡർ ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതാണ്. ഓർഡർ നമ്മൾ നോക്കുക വേണ്ട. അതായത് ഒന്നിൽ ആദ്യം എ വരാം, രണ്ടാമത്തേൽ ആദ്യം ബി വരാം, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഓർഡർ ഒരേപോലെ വന്നാലും പ്രശ്നമില്ല. അല്ലെങ്കിൽ നോക്കുക, ഇവിടെ ആദ്യം എ, ഇവിടെ ആദ്യം ബി ആണ് വന്നത്.
ഒരു പ്രശ്നമില്ല. ഓർഡർ ഒന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല ഇവിടെ സമ്മും നോയും വരുന്ന കേസിൽ. അപ്പോൾ സമ്മും നോയും വരികയാണെങ്കിൽ ഓർഡർ നമ്മൾ നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. എന്താണ് റീസൺ? സം എ ആർ ബിയും സം ബി ആർ എയും സെയിം വെൻ ഡയഗ്രമാണ് നമുക്ക് വരിക. എയുടെ കുറച്ച് ഭാഗം ബി ആണെന്ന് പറയുമ്പോൾ ബിയുടെ കുറച്ച് ഭാഗം എ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സെയിം വെൻ ഡയഗ്രമാണ്. അതുപോലെ തന്നെ നോ എ ഇസ് ബിയും നോ ബി ഇസ് എയും സെയിം വെൻ ഡയഗ്രമാണ് നമുക്ക് വരിക. അതുകൊണ്ട് തന്നെ സമ്മും നോയും വരുമ്പോൾ ഓർഡർ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇവിടെ പറഞ്ഞ് നോക്കുക, പോസിറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കണം, യൂണിവേഴ്സൽ ആകുമ്പോൾ പെർട്ടിക്കുലർ ആയിരിക്കണം. ഇതാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സൽ പോസിറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, അങ്ങനെ രണ്ടുണ്ട്. യൂണിവേഴ്സൽ പോസിറ്റീവ് ഓൾ എ ആർ ബി ആണ് എക്സാമ്പിൾ. യൂണിവേഴ്സൽ നെഗറ്റീവ് നോ എ ഇസ് ബി ആണ് എക്സാമ്പിൾ. ഇനി പെർട്ടിക്കുലർ ആകുമ്പോൾ സം എ ആർ ബി പെർട്ടിക്കുലർ പോസിറ്റീവ്, സം എ ആർ നോട്ട് ബി പെർട്ടിക്കുലർ നെഗറ്റീവ്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് എൻ്റയർ സിലോജിസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, കേസ് 1 സമ്മും നോവും ആണ് കോംപ്ലിമെൻ്ററി പെയർ ആയിട്ട് വരുന്നത്. അപ്പോൾ സം എ ആർ ബി ആണെങ്കിൽ നോ എ ഇസ് ബി ആയിരിക്കും കോംപ്ലിമെൻ്ററി പെയർ, അല്ലെങ്കിൽ നോ ബി ഇസ് എ, അല്ലെങ്കിൽ സം ബി ആർ എ. കാരണം ഓർഡർ ഇവിടെ നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്? ഇനി കേസ് 2 നോക്കുക, ഓൾ എ ആർ ബിക്ക് കോംപ്ലിമെൻ്ററി പെയർ ആരായിരിക്കും? സം എ ആർ നോട്ട് ബി ആണ് വരിക. ഓൾ എ ആർ ബിക്ക് കോംപ്ലിമെൻ്ററി പെയർ സം എ ആർ നോട്ട് ബി ആണ് വരിക. എന്താ കാരണം? ഓൾ എ ആർ ബി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ പോസിറ്റീവ് ആണ്. യൂണിവേഴ്സലിന് പെർട്ടിക്കുലർ ആവണം, പോസിറ്റീവിന് നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ നെഗറ്റീവിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആരാ? സം എ ആർ നോട്ട് ബി ആണ്. അപ്പോൾ സമ്മും നോയും ഓളും സം നോട്ടും ഈ 2 കോമ്പിനേഷൻസ് മാത്രമേ എന്തിനുള്ളൂ? ഐദർ ഓറിനുള്ളൂ. കുറേ കാലങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ കുറേ കാലങ്ങൾ ഇപ്പോൾ പറയുന്നത് 2021 സമ്മും സം നോട്ടും ഒക്കെ എന്തെടുത്തിട്ടുണ്ട്? അവർ ഐദർ ഓർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ബട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ സമ്മും നോയും അതുപോലെ തന്നെ ഓളും സം നോട്ടുമാണ് ഈ പറയുന്ന ഐദർ ഓർ കേസിന് ക്വാളിഫൈ ചെയ്യുന്ന കോമ്പിനേഷൻ നമുക്കുള്ളൂ. ഇതിൽ സമ്മും നോയും നമ്മൾ പറഞ്ഞു ഓർഡർ നോക്കണ്ട, ആദ്യം എ വരാം ആദ്യം ബി വരാം, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഓളും സം നോട്ടും വരുമ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം, ഓർഡർ ഇവിടെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ എ ആർ ബിയും ഓൾ ബി ആർ എയും എൻറ്റയർലി ഡിഫറെൻറ്റ് മീനിങ് ആണ്, എൻറ്റയർലി ഡിഫറെൻറ്റ് വെൻ ഡയഗ്രാം. സം എ ആർ നോട്ട് ബിയും സം ബി ആർ നോട്ട് എയും എഗെയിൻ ഡിഫറെൻറ്റ് വെൻ ഡയഗ്രാംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഓർഡർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. എന്താണ് ഓർഡർ? ഒരേപോലെ അലൈൻ ചെയ്ത് വരണം, അല്ലേ? നോക്കുക, 2ലും ഇവിടെ എ ആണ്, 2ലും ഇവിടെ രണ്ടാമത് ബി ആണ്. അങ്ങനെ കൃത്യമായിട്ട് ഓർഡറിൽ വന്നാൽ മാത്രമാണ് ഓളും സം നോട്ടും വരുമ്പോൾ നമുക്ക് ഐദർ ഓർ ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നോക്കുക, ചോദ്യം നോക്കുക, ഓൾ കാർ ആർ റെഡ് എന്ന് പറയുന്നുണ്ട്, അല്ലേ? അതുപോലെ ഓൾ ബൈക്സ് ആർ റെഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ വെൻ ഡയഗ്രാം വരയ്ക്കുകയാണ്. എല്ലാ കാറും റെഡ് ആണെന്ന് പറയുമ്പോൾ നോക്കുക, എല്ലാ കാറും നമ്മൾ റെഡിന് അകത്ത് വരച്ചു. എല്ലാ കാറിനെയും എന്ത് ചെയ്യണം? നമ്മൾ ഇതുപോലെ റെഡിനകത്ത് വരച്ചു. അടുത്ത എന്താ? എല്ലാ ബൈക്കും റെഡിനകത്ത് വരണം. എല്ലാ ബൈക്കിനെയും നമുക്ക് റെഡിനകത്ത് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിനിമം ഓവർലാപ്പിംഗ്. അവിടെ ഓൾറെഡി കാറുണ്ട്, അതിനെ ടച്ച് ചെയ്യാതെ വേണം നമ്മൾ വരയ്ക്കാം, അല്ലേ? അപ്പോൾ എല്ലാ ബൈക്കിനെയും നമ്മൾ എന്ത് ചെയ്തു? ഈ രീതിയിൽ റെഡിനകത്ത് വരച്ചു. ഓക്കെ അല്ലേ? ദിസ് ഈസ് അവർ വെൻ ഡയഗ്രാം. ഇനി നോക്കുക, ഒന്നാമത്തെ കൺക്ലൂഷൻ പറയുന്നത് സം ബൈക്ക് കാറാണ്. ബൈക്കിൻ്റെ കുറച്ച് ഭാഗത്ത് കാറുണ്ട് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബൈക്കും കാറും ടച്ച് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടോ? ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണേ, അല്ലേ? പോസിബിലിറ്റി ഒന്നും എഴുതിയിട്ടില്ല കൺക്ലൂഷൻ. അപ്പോൾ ഡെഫിനറ്റാ, കൃത്യമായിട്ട് നമുക്ക് കാണണം, അല്ലേ? അപ്പോൾ നോക്കുക, ബൈക്കും കാറും തമ്മിൽ ടച്ച് ചെയ്യുന്നത് കാണുന്നുണ്ടോ? നോ. അപ്പോൾ എന്തായാലും എന്താണ് വരിക? ഇത് തെറ്റായിട്ടുള്ള കൺക്ലൂഷനാണ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ നോക്കുക, നോ ബൈക്ക് ഈസ് കാർ. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഒരു കാരണവശാലും നെഗറ്റീവ് കൺക്ലൂഷൻസ് വരില്ല എന്ന് നമുക്കറിയാം, അല്ലേ? ഇവിടെ അല്ലെങ്കിലും ബൈക്കിനും കാറിനും ഇടയ്ക്ക് ലൈനും ക്രോസും നമ്മൾ കാണുന്നുണ്ടോ? നോ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എന്തായാലും ഇത് തെറ്റാണ്. രണ്ടും തെറ്റാകുമ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കി, ഓപ്ഷനിൽ ഐദർ ഓർ ഉണ്ട്. അപ്പോൾ സാധ്യതയുണ്ട്, അല്ലേ? സാധ്യതയുണ്ട്, ഐദർ ഓർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. എന്താണ് കണ്ടീഷൻ? ആദ്യത്തെ, രണ്ടും തെറ്റാണെന്നുള്ള നമ്മൾ മീറ്റ് ചെയ്തു. പിന്നീട് നമ്മൾ നോക്കേണ്ട കാര്യം എന്താ? ആൾക്കാർ ഇവിടെ സെയിം ആണോ നോക്കുക. ബൈക്ക് കാർ ആൾക്കാർ സെയിം ആണ്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് എന്താ? സം ആണെങ്കിൽ നോ ആണ് കോംപ്ലിമെൻ്ററി പെയർ വരിക. അതുപോലെ ഓൾ ആണെങ്കിൽ സം നോട്ട് ആണ് കോംപ്ലിമെൻ്ററി പെയർ വരിക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ ക്ലിയർ ആണ്, സമ്മാണേ, സം നോട്ടല്ല, സമ്മ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലേ? സമ്മിന് നോ കൃത്യമായിട്ട് വന്നു. എല്ലാം നമ്മൾ മീറ്റ് ചെയ്തു. ഓർഡർ ഒന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല, ഓർഡർ ഓൾറെഡി കറക്റ്റ് ആണ്. ഇനിയിപ്പോൾ അല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. എന്തായാലും മാർക്ക് ചെയ്യാം ഓപ്ഷൻ സി, ഐദർ കൺക്ലൂഷൻ 1 ഓർ കൺക്ലൂഷൻ 2 ഫോളോസ് വുഡ് ബി ദ കറക്റ്റ് ആൻസർ, അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും അടുത്ത ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. നോക്കാം, ഓൾ ഫോറസ്റ്റ് ആർ ട്രീ, അല്ലേ? എല്ലാ ഫോറസ്റ്റുകളും ട്രീ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എല്ലാ ഫോറസ്റ്റും ട്രീ ആണ്.
എല്ലാ ഫോറസ്റ്റും ട്രീ ആണ്. അടുത്തത് സം ട്രീസ് ആർ വുഡ് എന്ന് പറയുന്നുണ്ട്, കുറച്ച് ട്രീസ് വുഡാണെന്ന് പറയുന്നുണ്ട്, കുറച്ച് ട്രീസ് വുഡാണ് അല്ലേ. ദിസ് ഈസ് വാട്ട് നമ്മുടെ വെൻ ഡയഗ്രാം. റെഡി അല്ലേ? ഇനി നമ്മൾ നോക്കുകയാണ് കൺക്ലൂഷനുകൾ 1 by 1 നോക്കുകയാണ്. സം വുഡ്സ് ആർ ഫോറസ്റ്റ് ആണ്. അതായത് ഈ ഡബ്ല്യൂയും എഫും തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ടച്ച് ചെയ്യുന്നില്ല, കാണുന്നില്ല, തെറ്റാണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സിന് നെഗറ്റീവ് വരുമോ? ഇല്ല, എന്തായാലും ഇതും തെറ്റാണ്. രണ്ടും തെറ്റാണ്. ഓപ്ഷനിൽ ഐദർ ഓർ ഉണ്ട്. അപ്പം നമ്മൾ ചില കണ്ടീഷൻസ് നോക്കണം. എന്താണ് കണ്ടീഷൻ? ആൾക്കാർ സെയിം ആണോ? വുഡ്സ് ഫോറസ്റ്റ്, വുഡ് ഫോറസ്റ്റ്, ആൾക്കാർ സെയിം. ഒന്നുമില്ലെങ്കിൽ സമ്മും നോയും ആയിരിക്കണം, അല്ലെങ്കിൽ ഓളും സം നോട്ടും ആയിരിക്കണം. നമ്മളിവിടെ നോക്കുകയാണ്, സമ്മും നോയും കൃത്യമായിട്ടുണ്ട്, എല്ലാം മീറ്റ് ചെയ്തു, ഓർഡർ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും ഓപ്ഷൻ സി ഐദർ കൺക്ലൂഷൻ 1 ഓർ കൺക്ലൂഷൻ 2 ഫോളോസ് ആണ് ശരി ഉത്തരം വരുന്നത് അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ഉഷാറല്ലേ? റൈറ്റ്. അപ്പോൾ നോക്കുക, മോസ്റ്റ് ഡോക്ടേഴ്സ് ആർ പേഷ്യൻസ് എന്ന് പറയുന്നുണ്ട്. മിക്ക ഡോക്ടേഴ്സ് എന്നാണ്. അപ്പോഴും നമ്മൾ എന്താ പറയുക? സം ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, സം ഡോക്ടേഴ്സിൻ്റെ കുറച്ച് ഭാഗം പേഷ്യൻസ് ആണ് അല്ലേ. ഡോക്ടേഴ്സിൻ്റെ കുറച്ച് ഭാഗം പേഷ്യൻസ് ആണ്. അടുത്തത് സം പേഷ്യൻസ് ആർ ക്ലർക്ക് എന്ന് പറയുന്നുണ്ട്. പേഷ്യൻസിൻ്റെ കുറച്ച് ഭാഗം ക്ലർക്കാണ്. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? വെൻ ഡയഗ്രാം വരച്ചു. ഒന്നാമത്തെ കൺക്ലൂഷൻ പറയുന്നത് എന്താ? സം ക്ലർക്സ് ആർ നോട്ട് പേഷ്യൻസ്. സിയുടെ കുറച്ച് ഭാഗം പേഷ്യൻ്റ് അല്ലാന്ന്. സി അഗെയിൻ നമ്മൾ പറഞ്ഞല്ലോ, പോസിറ്റീവിന് ഒരിക്കലും നെഗറ്റീവ് വരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഭാഗത്തിന് ലൈനും ക്രോസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത് തെറ്റാണ്. എല്ലാ ക്ലർക്കും പേഷ്യൻറ്റിനകത്താണോ? എല്ലാ ക്ലർക്കും പേഷ്യൻറ്റിനകത്താണോ? ഒരിക്കലും അല്ല, തെറ്റാണ് അല്ലേ. രണ്ടും തെറ്റി. ഈ ഓപ്ഷനിൽ ഐദർ ഓർ ഉണ്ട്. അപ്പം നമ്മൾ ചില കണ്ടീഷൻസ് നോക്കണം. എന്താണ് കണ്ടീഷൻ? ആൾക്കാർ സെയിം ആണോ? ക്ലർക്ക് പേഷ്യൻ്റ്, ആൾക്കാർ സെയിം. സമ്മും നോയും ആയിരിക്കണം, അല്ലെങ്കിൽ ഓളും സം നോട്ടും ആയിരിക്കണം. ഓളും സമ്മും അല്ല, സം നോട്ട് ഇടയിൽ ഉണ്ടാവണം അല്ലേ. അപ്പം നമുക്ക് നോക്കാം, സം നോട്ട് ഉണ്ട്, ആ ഓളുണ്ട്. കറക്റ്റാ, സം നോട്ടും ഓളും വന്നു. ഇനി ഒരു കണ്ടീഷൻ കൂടെ നമുക്ക് ഇവിടെ നോക്കാനുണ്ട്. എന്താണ്? ആൾക്കാരുടെ ഓർഡർ കറക്റ്റ് ആയിരിക്കണം അല്ലേ. ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അലൈൻ ചെയ്ത് പ്രോപ്പർ അലൈൻമെൻറ്റ് ശരിയായിരിക്കണം. നോക്കുക, രണ്ടിലും ക്ലർക്ക് ആദ്യമാണ്, രണ്ടിലും പേഷ്യൻസ് രണ്ടാമതാണ്. എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ സി ഐദർ കൺക്ലൂഷൻ 1 ഓർ കൺക്ലൂഷൻ 2 ഫോളോസ് എന്ന് നമ്മൾ പറയും. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? റൈറ്റ്. നോക്കുക, സം മെൻ ആർ വുമൺ എന്നാണ് പറയുന്നത് അല്ലേ. സം മെൻ ആർ വുമൺ. നോക്കുക, മെന്നിൻ്റെ കുറച്ച് ഭാഗം വുമൺ ആണ്. സം മെൻ ആർ വുമൺ. അടുത്തത് ഓൾ വുമൺ ആർ ലേഡീസ് എന്ന് പറയുന്നുണ്ട്. ഓൾ വുമൺ ആർ ലേഡീസ് അല്ലേ. എല്ലാ വുമണും ലേഡീസ് ആണ്. അപ്പോൾ ഇത് സി കറക്റ്റ് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചാൽ നമ്മുടെ ഉത്തരത്തെ ബാധിക്കാൻ പോകുന്നില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ അങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ നോക്കുക, സം ലേഡീസ് ആർ നോട്ട് മെൻ. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒരിക്കലും നെഗറ്റീവ് വരാൻ പോകുന്നില്ല. ഇതെന്തായാലും തെറ്റായിട്ടുള്ള കാര്യം. എല്ലാ മെന്നും ലേഡീസിനകത്താണോ? അല്ല, എന്തായാലും തെറ്റായിട്ടുള്ള കാര്യം. രണ്ടും തെറ്റാണ്. നോക്കുക, ഓപ്ഷനിൽ ഐദർ ഓർ ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടീഷൻസ് നോക്കണം അല്ലേ. നോക്കുക, ആൾക്കാർ സെയിം ആണോ? ലേഡീസ് മെൻ, മെൻ ലേഡീസ്, ആൾക്കാർ സെയിം ആണ്. ഇനി സമ്മും നോയും ആയിരിക്കണം, അല്ലെങ്കിൽ ഓളും സം നോട്ടും ആയിരിക്കണം. നമ്മൾ നോക്കി, സം നോട്ടും ഓളും കൃത്യമായിട്ടുണ്ട്. ഒരു കണ്ടീഷൻ കൂടെ മീറ്റ് ചെയ്യണം. എന്താണ്? ഓർഡർ ചെക്ക് ചെയ്യണം. ഓർഡർ ചെക്ക് ചെയ്യണം. ഒന്നിൽ ആദ്യമാണ് ലേഡീസ് എങ്കിൽ രണ്ടാമതിൽ രണ്ടാമതാണ് അല്ലേ. നോക്കുക, ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇവിടെ ചൂസ് ചെയ്യുക? ഐദർ അല്ല, നൈദർ ആണ്. ഓപ്ഷൻ ഡി നൈദർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 ഫോളോസ് ആണ് ശരി ഉത്തരം വരിക അല്ലേ. സോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, വേറെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. റീസണിംഗ് വിത്ത് അരുൺ സെർച്ച് ചെയ്യാം, ജോയിൻ ചെയ്യാം, നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോകൾ, അല്ലെങ്കിൽ ഏതൊക്കെ വീഡിയോകളാണ് വേണ്ടതെന്ന് ഇവിടെ പറഞ്ഞാൽ മതി. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം.